നമസ്കാരം. ഷാജി ജോൺ പോഡ്കാസ്റ്റിലേക്ക് ഏവർക്കും സ്വാഗതം. ഇന്ന് നമ്മൾ ചർച്ച ചെയ്യുന്നത് കീപ് യുവർ പ്ലാൻസ് കോൺഫിഡൻഷ്യൽ. നിങ്ങളുടെ പ്ലാനുകൾ അതീവ രഹസ്യമായി സൂക്ഷിക്കണം, വിജയം ലഭിക്കുന്നതുവരെ എന്ന വിഷയത്തെക്കുറിച്ചാണ്. ജീവിതത്തിൽ ഏറ്റവും വലിയ തെറ്റ് എന്താണെന്ന് അറിയാമോ? നമ്മുടെ സ്വപ്നങ്ങൾ പൂവണിയുന്നതിന് മുമ്പ് അവയെ എല്ലാവരോടും പറഞ്ഞു നടക്കുന്നതാണ്. ഒരു വിത്ത് മണ്ണിനുള്ളിൽ നിശബ്ദമായി വളരുന്നു. അത് ഒരു വൃക്ഷമാകുന്നതുവരെ ലോകം അതിനെ കാണുന്നില്ല. എന്നാൽ മനുഷ്യൻ എന്തു ചെയ്യുന്നു? വിത്ത് നട്ട ഉടൻ തന്നെ ലോകത്തോട് വിളിച്ചു പറയുന്നു, ഞാനൊരു വനം ഉണ്ടാക്കും. ഓർമ്മിക്കൂ, എല്ലാവരും നിങ്ങളുടെ വിജയത്തിനായി പ്രാർത്ഥിക്കുന്നില്ല. ചിലർ നിങ്ങളുടെ സ്വപ്നങ്ങളെ കേട്ട് ചിരിക്കും. ചിലർ നിങ്ങളെ നിരുത്സാഹപ്പെടുത്തും. ചിലർ നിങ്ങളുടെ ആത്മവിശ്വാസം തകർത്തു കളയും. വേറെ ചിലർ നിങ്ങളുടെ വഴി തടഞ്ഞെന്നിരിക്കും. അതുകൊണ്ട് നിങ്ങളുടെ പദ്ധതികൾ രഹസ്യമായി സൂക്ഷിക്കുക, അവയെ പ്രാവർത്തികമാക്കുക. ഒരു സിംഹം വേട്ടയ്ക്ക് പോകുമ്പോൾ കാട്ടിൽ പ്രഖ്യാപനം നടത്താറില്ല. അത് നിശബ്ദമായി നീങ്ങും. ശരിയായ നിമിഷം വരുമ്പോൾ മാത്രം സിംഹം ആക്രമിക്കും. അതുപോലെ തന്നെയാണ് വിജയികളും. അവർ അധികം സംസാരിക്കില്ല, അവർ അധികം പ്രവർത്തിക്കും. നിങ്ങൾ സ്വപ്നങ്ങൾ കാണണം. നിങ്ങളുടെ സ്വപ്നങ്ങൾ വളരെ വിശുദ്ധമാണ്. അവയെല്ലാം കണ്ണുകൾക്ക് മുന്നിൽ തുറന്നു വയ്ക്കരുത്. കാരണം ചില കണ്ണുകളിൽ പ്രചോദനമില്ല, അസൂയ മാത്രമേ ഉള്ളൂ. നിശബ്ദതയ്ക്ക് ഒരു ശക്തിയുണ്ട്. നിങ്ങൾ മിണ്ടാതിരിക്കുമ്പോൾ നിങ്ങളുടെ മനസ്സ് കൂടുതൽ കേന്ദ്രീകരിക്കും. നിങ്ങളുടെ ഊർജം ചോർന്നു പോകില്ല. നിങ്ങളുടെ ലക്ഷ്യം കൂടുതൽ വ്യക്തമായി കാണാൻ കഴിയും. പദ്ധതികൾ പങ്കുവെക്കേണ്ട സമയം ഒന്ന് മാത്രമാണ്. നിങ്ങളുടെ ഫലം ലോകം കാണുന്ന സമയം. ആ ദിവസം ലോകം ചോദിക്കും, ഇത്ര വലിയ വിജയം നീ എങ്ങനെ നേടി? അപ്പോൾ നിങ്ങൾ അഭിമാനത്തോടെ ചിരിച്ചുകൊണ്ട് പറയണം, ഞാൻ കുറച്ചു മാത്രം സംസാരിച്ച് കൂടുതൽ പ്രവർത്തിച്ച് നേടിയെടുത്തതാണ് ഈ വൻ വിജയം. ഇന്ന് തന്നെ ഒരു തീരുമാനമെടുക്കൂ. എൻ്റെ സ്വപ്നങ്ങൾ എൻ്റെ ഹൃദയത്തിൽ സൂക്ഷിക്കും. എൻ്റെ പദ്ധതികൾ എൻ്റെ പ്രവൃത്തികളിലൂടെ സംസാരിക്കും. എൻ്റെ വിജയം തന്നെയാകും എൻ്റെ പ്രഖ്യാപനം. നിശബ്ദമായി പ്രവർത്തിച്ച് വിജയം കൊയ്യൂ. നിങ്ങളുടെ വൻ വിജയം ലോകത്തിൽ മുഴങ്ങട്ടെ. പുരാതന കാലത്ത് ഹിമാലയത്തിൽ ഒരു സന്യാസി ഉണ്ടായിരുന്നു. മൗനസിദ്ധൻ എന്നാണ് അദ്ദേഹം അറിയപ്പെട്ടിരുന്നത്. അയാളുടെ ഉപദേശത്തിന് കാതോർത്ത് രാജാക്കന്മാരും വ്യാപാരികളും അബാലവൃദ്ധം ജനങ്ങളും ചെന്നെത്തുമായിരുന്നു. അങ്ങനെയിരിക്കെ ഒരു യുവാവ് ഈ മൗനസിദ്ധനെക്കുറിച്ച് കേട്ടറിഞ്ഞ് അദ്ദേഹത്തിൻ്റെ സവിധത്തിലെത്തി. അവൻ്റെ കണ്ണുകളിലെ വലിയ സ്വപ്നങ്ങൾ, ഹൃദയത്തിലെ വൻ പ്രതീക്ഷകൾ, ആഗ്രഹങ്ങൾ എല്ലാം ഒരു രാജാവായി തീരണം, വലിയ സമ്പന്നനായി തീരണം, വലിയ ശക്തിമാനായി തീരണം എന്നായിരുന്നു. അവൻ ഗുരുവിനോട് തുറന്നു പറഞ്ഞു, എനിക്ക് എങ്ങനെ ഒരു ശക്തിമാനും സമ്പന്നനുമായ ഒരു രാജാവായി തീരാൻ കഴിയും? അതിനുള്ള രഹസ്യം എനിക്ക് പറഞ്ഞു തന്നാലും ഗുരു. ശാന്തനായി ചിരിച്ചുകൊണ്ട് ഗുരു പറഞ്ഞു. ഒരു വിത്ത് കൊടുത്തുകൊണ്ട് ഗുരു പറഞ്ഞു, ഇത് നാളെ രാവിലെ വരെ നട്ടു വളർത്തും. പക്ഷെ ഒരു കാര്യം ഓർക്കണം, ഇത് വളരുന്ന കാര്യം ആരോടും പറയരുത്. യുവാവ് അത്ഭുതപ്പെട്ടു. ഇത്ര ചെറിയ കാര്യമാണോ വലിയ രഹസ്യം ജ്ഞാനം എന്ന് അവൻ മനസ്സിൽ ചിന്തിച്ചു ചിരിച്ചു.
അന്നു രാത്രി അവൻ ഗ്രാമത്തിലേക്ക് പോയി. അവൻ സുഹൃത്തുക്കളെ കണ്ട് അഭിമാനത്തോടെ പറഞ്ഞു, മൗനസിദ്ധൻ എനിക്ക് ഒരു അത്ഭുത വിത്ത് തന്നു. ഇത് വളർന്ന് വലിയ വൃക്ഷമാകും. ചിലർ ചിരിച്ചു, ചിലർ കളിയാക്കി. അതൊന്നും വളരില്ല. മറ്റു ചിലർ അസൂയോടെ പറഞ്ഞു, അവൻ വലിയവനാകുമെന്ന് കരുതുന്നു. ആ വാക്കുകൾ യുവാവിൻ്റെ മനസ്സിൽ കത്തി നിന്നു. അവൻ്റെ വിശ്വാസം തകർന്നുപോയി. അടുത്ത ദിവസം രാവിലെ അവൻ വിത്ത് നട്ടു. പക്ഷേ മനസ്സിൽ സംശയം നിറഞ്ഞു വന്നു. അവൻ ദിവസവും മണ്ണ് തുറന്ന് വിത്ത് വളർന്നോ എന്ന് നോക്കൂ. വിത്ത് ശാന്തമായി വളരേണ്ട സമയം അവൻ അതിനെ വീണ്ടും വീണ്ടും പുറത്തെടുത്ത് നോക്കി പരിശോധിച്ചു കൊണ്ടിരുന്നു. ഒടുവിൽ വിത്ത് ചൈതന്യമറ്റ്, തേജസ്സറ്റ് ശവമായി, അതായത് ചത്തുമലച്ചു. യുവാവ് നിരാശനായി വീണ്ടും സന്യാസിയുടെ അടുത്തെത്തി. ഗുരുവേ, അങ്ങ് തന്ന വിത്ത് മരിച്ചുപോയി. സന്യാസി കണ്ണുകളടച്ച് മന്ദസ്മേരവദനായി പറഞ്ഞു, വിത്ത് മണ്ണിനടിയിൽ നിശബ്ദമായി കിടക്കുമ്പോഴാണ് അത് വൃക്ഷമായി വളരുന്നത്, അതിന് മുള പൊട്ടുന്നത്. എന്നാൽ നീ ലോകത്തോട് പറഞ്ഞ നിമിഷം മുതൽ അവരുടെ സംശയങ്ങളും അസൂയയും നിന്റെ മനസ്സിലേക്ക് കടന്നു. അത് നിന്നിലേക്ക് പകർന്നു. നീ അശാന്തനും സംശയാലുവായി മാറി. നിന്റെ അശാന്തിയും ക്ഷമയില്ലായ്മയും കാത്തിരിക്കാൻ കഴിയാത്ത അവസ്ഥയും സംശയാലുവുമായ നിന്റെ മനസ്സ് തന്നെയാണ് ആ വിത്തിനെ കൊന്നത്. അവൻ തിരിച്ചറിഞ്ഞു തൻ്റെ തെറ്റ്. സ്വപ്നങ്ങൾ വിത്തുകളാണ്. അവയെ നിശബ്ദതയുടെ മണ്ണിൽ കുഴിച്ചിടണം. പ്രവൃത്തിയുടെ വെള്ളം നൽകി വളർത്തി പരിപാലിക്കണം. സമയം വരുമ്പോൾ ലോകം ആ വൃക്ഷച്ചുവട്ടിൽ വിശ്രമിക്കും. ദിവസങ്ങൾക്ക് ശേഷം യുവാവ് തൻ്റെ പദ്ധതി ആരോടും പറഞ്ഞില്ല. അവൻ നിശബ്ദനായി പ്രവർത്തിച്ചു. വർഷങ്ങൾക്ക് ശേഷം അവൻ ഒരു സമ്പന്നനായ രാജാവായി മാറി. ജനങ്ങൾ ചോദിച്ചു, നിന്റെ വിജയത്തിൻ്റെ രഹസ്യം എന്താണ്? അവൻ ചിരിച്ചുകൊണ്ട് പറഞ്ഞു, വിത്ത് മണ്ണിനോട് സംസാരിക്കാറില്ല, എങ്കിലും നിശബ്ദതയിൽ അത് വനമായി വളരും. അതുകൊണ്ട് പ്രിയ സുഹൃത്തുക്കളെ, നിങ്ങളുടെ പ്ലാനും പദ്ധതികളും അതീവ രഹസ്യമായി സൂക്ഷിക്കുക. വിജയം നിങ്ങളുടെ കൈപ്പിടിയിൽ എത്തുന്നതുവരെ എന്നോർമ്മിച്ചുകൊണ്ട് ഇന്നത്തെ പോഡ്കാസ്റ്റ് സമാപിപ്പിക്കുന്നു. നന്ദി, നമസ്കാരം. ഷാജി ജോൺ പോഡ്കാസ്റ്റ് എന്ന ഈ ചാനൽ എല്ലാവരും സബ്സ്ക്രൈബ് ചെയ്ത് വിജയിപ്പിക്കണമെന്ന് അഭ്യർത്ഥിച്ചുകൊണ്ട് നിർത്തുന്നു.